ഹായ് എവ്രി വൺ 2018 HSIയുടെ PYQ ഡിസ്കഷനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. 50 to 75 ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആയ 76 to 100 ആണ്. ഓക്കെ, സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഉൽപ്പതനത്തിന് വിധേയമാകുന്ന പദാർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൽപ്പതനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സബ്ലിമേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ആൻസർ സിംപ്ലി ഇതെന്തായിരിക്കും? നാഫ്തലിൻ ആയിരിക്കും. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഓപ്ഷൻ എ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 77. താഴെ പറയുന്നതിൽ ഏത് പദാർത്ഥത്തിനാണ് വാൻ ഹോഫ് ഫാക്ടർ കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? വാൻ ഹോഫ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ സിംപ്ലി ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ അല്ലേ? ഇങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? കോമ്പൗണ്ട് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ യെസ് ഡിവൈഡഡ് ബൈ യെസ് ബിഫോർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, NaCl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? NaCl ഡിസോസിയേറ്റ് ചെയ്ത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? Na പ്ലസും Cl മൈനസും. അങ്ങനെയാണെങ്കിൽ 2/1 എന്ന് വരും, വിച്ച് ഇസ് വാൻ ഹോഫ് ഫാക്ടർ വരും 2 വരും. ഇനി BaCl2 ആണെങ്കിലോ? യെസ് ഇറ്റ് വിൽ ബി Ba2 പ്ലസ് ആൻഡ് 2Cl മൈനസ്. എത്ര അയോൺസ് ആണ്? യെസ് 3/1. അപ്പോൾ എന്തായിരിക്കും? 3/1. യെസ് 3 ആയിരിക്കും. ഗ്ലൂക്കോസ് ഡിസോസിയേഷനോ അസോസിയേഷനോ അണ്ടർഗോ ചെയ്യുന്നില്ല, അപ്പോൾ വാൻ ഹോഫ് ഫാക്ടർ 3 ആയിരിക്കും, 1 ആയിരിക്കും. ഇനി K4FeCN6 ആകുമ്പോഴോ? യെസ് ദാറ്റ് ഈസ് അവർ ആൻസർ. K4FeCN6 ആകുമ്പോൾ യെസ് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണല്ലേ? യെസ്, അപ്പോൾ എന്തായിരിക്കും? 4K പ്ലസും അതേപോലെ തന്നെ FeCN6 4 മൈനസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് എത്രയാണ്? യെസ് 5 ആണ്. ബിഫോർ എത്രയാണ്? 1 ആണ് അല്ലേ? ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയാണ്? 5 അയോൺസ് ഉണ്ട്. ബിഫോർ എത്രയായിരുന്നു? 1 ആണ്. സോ വാൻ ഹോഫ് ഫാക്ടർ 5 എന്ന് വരും. സോ വാൻ ഹോഫ് ഫാക്ടർ ഏറ്റവും കൂടുതൽ എന്താണ്? യെസ് ഓപ്ഷൻ സി. ഓൾറൈറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 78. താഴെ പറയുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓർഡർ ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ. ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും H+ ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? H+ act as catalyst. H+ act as what? Yes, catalyst അല്ലേ? എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തന്നിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എസ്റ്റർ ഹൈഡ്രോളൈസ് ചെയ്തുകൊണ്ട് കാർബോക്സിലിക് ആസിഡും അതേപോലെ ആൽക്കഹോളുമാകുന്ന റിയാക്ഷനാണ് അല്ലേ? യെസ്, അപ്പോൾ ഇവിടെയുള്ള കാറ്റലിസ്റ്റ് H+ ആണെന്ന് നമുക്കറിയാം. കാറ്റലിസ്റ്റ് ഓർഡറിനെ എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സോ ഇത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതേപോലെ ഇവിടെയുള്ളത് എന്താണ്? വാട്ടർ ആണല്ലേ? വാട്ടർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? സോൾവെൻ്റ് ആണ്. യെസ്, എക്സസ് എമൗണ്ടിൽ ഉണ്ടാകും അല്ലേ? അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷനെ ആര് ഡിപ്പെൻഡ് ചെയ്യത്തില്ല? യെസ്, നമ്മുടെ വാട്ടർ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. വിച്ച് മീൻസ് വാട്ടറിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഓർഡറിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? യെസ്, കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്ററിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വിത്ത് റെസ്പെക്ട് ടു എസ്റ്റർ എത്രയാണ്? യെസ് 1 ആയിരിക്കും. യെസ്, അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ? ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. 78B. നൗ 79. ഒരു അറ്റോമിക് ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ് എന്ന് പറയുന്ന നിയമം എന്താണ്? യെസ്, വിച്ച് ഇസ് സിംപ്ലി പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണല്ലേ? ഇറ്റ് ഈസ് ആക്ച്വലി പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? യെസ്, ഓഫ് ബോ പ്രിൻസിപ്പിൾ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ ഫസ്റ്റ് ഫില്ലാകും എന്നാണ് പറയുന്നത് അല്ലേ? ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ ഗെറ്റ്സ് ഫിൽഡ് ഫസ്റ്റ് അല്ലേ എന്നാണ് പറയുന്നത്. നമ്മുടെ 4s കഴിഞ്ഞിട്ടേ 3D ഒക്കെ ഉണ്ടാകൂ എന്ന് പറയുന്നത് അല്ലേ? 4sൽ ആദ്യം ഫില്ല് ചെയ്യും, എന്നിട്ടേ 3Dയിലേക്ക് പോകും. കാരണം 4sൻ്റെ എനർജി 3Dയേക്കാൾ കുറവാണ്. N+L റൂളൊക്കെ വെച്ചിട്ട് നമ്മൾ പറയും അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഹൺസ് റൂൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ഹൺസ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയറിംഗ് അപ്പ് നടക്കരുത് എന്ന് പറയുന്നതാണ് അല്ലേ? യെസ്, അതായത് ലെറ്റ്സ് ഞാൻ ഇങ്ങനെ P ഓർബിറ്റൽ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് പറയുകയാണ് P3 എനിക്ക് ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യും? ഇങ്ങനെ ഫില്ല് ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്യോ? യെസ്, ഇങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യേണ്ടത് അല്ലേ? കാരണം എന്താ? ഇവിടെ പെയറിംഗ് അപ്പ് നടക്കരുത്. ആദ്യം എന്ത് ചെയ്യണം? എല്ലാ ഓർബിറ്റൽസിനെയും എന്ത് ചെയ്യണം? ഹാഫ് ഫിൽഡ് നടത്തിയതിന് ശേഷം മാത്രമേ പെയറിംഗ് അപ്പ് നടത്താൻ പാടുള്ളൂ. ദാറ്റ് ഈസ് പെയറിംഗ് അപ്പ് ഡു നോട്ട് ടേക്സ് പ്ലേസ് അണ്ടിൽ ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗ്ലി ഓക്യുപ്പൈഡ് എന്ന് പറയുന്ന റൂളാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 79A പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ.
നൗ ക്വസ്റ്റ്യൻ നമ്പർ 80. ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് അല്ലേ. ഡെൽറ്റ എച്ച് എത്രയാണ് തന്നിരിക്കുന്നത്? 30 കിലോ ജൂൾ എന്നാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്, 100 ആണ് തന്നിരിക്കുന്നത് അല്ലേ, ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ സന്തുലിതാവസ്ഥ, അതായത് ഇക്വിലിബ്രിയം പ്രാപിക്കുന്ന ഊഷ്മാവ്, അതായത് ടെമ്പറേച്ചർ എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സിംപ്ലി നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, അതായത് ഡെൽറ്റ ജി, ഇക്വിലിബ്രിയത്തിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. വിച്ച് മീൻസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് അല്ലേ. ഈ ടി ഡെൽറ്റ എസിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? 30,000 ബൈ 100 അല്ലേ. അപ്പോൾ എന്തായിരിക്കും? യെസ്, വിച്ച് ഇസ് സിംപ്ലി 300 കെൽവിൻ. ഓപ്ഷൻ ടി. നൗ നെക്സ്റ്റ് വൺ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഒരു ബേസ് ആണോ, ഇലക്ട്രോഫൈൽ ആണോ, ആസിഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്താണ്? RMgX ആണ് അല്ലേ. യെസ്, RMgX. ഇവിടെ ഈ ബോണ്ട് എന്താണ്? ഹൈലി പോളാർ കോവാലൻ്റ് ബോണ്ടാണ് അല്ലേ. ഹൈലി പോളാർ കോവാലൻ്റ് ബോണ്ടാണ്. യെസ്, ഓക്കെ. ആൻഡ് ദിസ് ബോണ്ട് ഇസ് പെർട്ടിക്കുലർലി അയോണിക്. ഇനി ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവരെന്താവും? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഒരു ന്യൂക്ലിയോഫൈലായിട്ടോ അല്ലെങ്കിൽ H+നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവരെന്തായിരിക്കും? ബേസ് ആയിട്ടോ ആക്ട് ചെയ്യും അല്ലേ. നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ട് ആൽഡിഹൈഡ് കീറ്റോൺസിൻ്റെ ചാപ്റ്ററിലൊക്കെ അല്ലേ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് പോയിട്ട് ന്യൂക്ലിയോഫിലിക് അഡിഷൻ പ്രൊഡക്റ്റ് വരുന്നത് അല്ലേ. ന്യൂക്ലിയോഫിലിക് അഡിഷൻ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോഫൈല് അല്ലെങ്കിൽ എന്താണ്? ബേസ്. H+നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവരെന്തായിട്ട് ആക്ട് ചെയ്യും? യെസ്, ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. 81 is A. നൗ ക്വസ്റ്റ്യൻ നമ്പർ 82. താഴെ പറയുന്നതിൽ ഏതാണ് മോളിക്കുലാർ ക്രിസ്റ്റൽസ്? മോളിക്കുലാർ ക്രിസ്റ്റൽ അല്ലേ. മോളിക്കുലാർ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇവരുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കണം? ഇവരുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും അല്ലേ. യെസ്, മോളിക്യൂൾസ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഐസ്. ഐസിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ എന്താണ്? യെസ്, വിച്ച് ഇസ് വാട്ടർ മോളിക്യൂൾ ആണ്. വാട്ടർ മോളിക്യൂൾ. ഓക്കെ. ഇനി ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കോവാലൻ്റ് ആണ് അല്ലേ. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? യെസ്, കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് ആണ്. കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലീച്ചിങ് വഴി സാന്ദ്രീകരിക്കുന്ന അയിര് ഓർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ലീച്ചിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ? യെസ്, വെൻ മെറ്റൽ ഈസ് മോർ സോലുബിൾ ദാൻ വാട്ട്? ഇംപ്യൂരിറ്റീസ്. വെൻ മെറ്റൽ ഈസ് മോർ സോലുബിൾ ദാൻ ഇംപ്യൂരിറ്റീസ്. ഓക്കെ, ദാൻ ഇംപ്യൂരിറ്റീസ്. മെയിൻ ആയിട്ടുള്ള മെറ്റൽസ് ഏതൊക്കെയാണ് ലീച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത്? യെസ്, നമുക്ക് അലൂമിനിയം പറയാം, സിൽവർ പറയാം, ഗോൾഡ് പറയാം. മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണടാ? ബോക്സൈറ്റ് അല്ലേ. ജസ്റ്റ് ബോക്സൈറ്റ്. ഫോർമുല എന്തായിരുന്നു? Al2O3 അല്ലേ. ഇതിനെയാണ് നമ്മൾ ബേയേഴ്സ് പ്രോസസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ബേയേഴ്സ് പ്രോസസ്. ഓക്കെ, NaH യൂസ് ചെയ്തുകൊണ്ട് യെസ്, ഹെമറ്റൈറ്റ് Fe2O3 എന്തായിരിക്കും? ഇംപ്യൂരിറ്റി ആയിരിക്കും. Fe2O3 ഇംപ്യൂരിറ്റി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ബേയേഴ്സ് പ്രോസസ് എന്താണ്? യെസ്, ബോക്സൈറ്റിനെ ലീച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. Fe2O3 ഇംപ്യൂരിറ്റി ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? ബി. ഓക്കെ, ഗലീന എന്താണടാ? PbS. സൾഫൈഡ് ഓർ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് വിൽ ബി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മാലക്കൈറ്റ് കോപ്പറിൻ്റെ ഓറാണ്. ഇതിനെയും എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വെച്ചിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി Fe2O3 ഹെമറ്റൈറ്റ് അല്ലേ. ഹെമറ്റൈറ്റിന് എങ്ങനെയാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, നാ ക്വസ്റ്റ്യൻ നമ്പർ 84. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 സൊല്യൂഷൻ ഉണ്ടടാ നിങ്ങൾക്ക്. അതായത് A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും സൊല്യൂഷൻ. ഓക്കെ, അത് A എന്ന് പറയുന്നത് 50 ml pH 1 ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇനി B എന്ന് പറയുന്നത് എന്താണ്? 50 ml pH 2 ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇവരെ നമ്മൾ എന്ത് ചെയ്യാണ്? മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്താൽ ഇവരുടെ റിസൾട്ടൻ്റ് pH ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
മിക്സ് ചെയ്തിട്ടുള്ള റിസൾട്ടൻ്റ് പി എച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ദാ പി എച്ച് ഓഫ് മിക്സ്ചർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, മൈനസ് ഓഫ് ലോഗ് എച്ച് പ്ലസ് മിക്സ്ചർ. ഇത്രയും നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ആകെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ മിക്സ്ചറിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എന്താ പറയുന്നത്, മിക്സ്ചറിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷേ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്, എയും ബിയും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളെ, എ എന്ന് പറയുന്നതിൻ്റെ പി എച്ച് എത്രയാണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എത്രയായിരിക്കും? ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പി എച്ചും പി ഒ എച്ച് ഒക്കെ കണ്ടുപിടിക്കാനുള്ളത്, ലോഗും ആൻറ്റി ലോഗും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെയാണെങ്കിൽ ലോഗരിതമിക് കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എത്രയായിരിക്കും, 10⁻⁻1 അല്ലെങ്കിൽ 0.1 മോളാർ. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ പി എച്ച് എത്രയാണ്, 2 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എത്രയായിരിക്കും, 10⁻⁻2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് മിക്സ്ചർ എങ്ങനെ കണ്ടുപിടിക്കും, ഇതാ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഇസ് m1v1 പ്ലസ് m2v2 ഡിവൈഡഡ് ബൈ വോട്ട് v1 പ്ലസ് v2. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ m1 എത്രയാ, 0.1 അല്ലേ, 0.1 ഇൻറ്റു വോളിയം എത്രയാണ്, രണ്ടും 50 തന്നെയാണ് അല്ലേ, രണ്ടുപേരും എന്താ 50 ml തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്ലസ് m2 എത്രയാ, 0.01 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ വോട്ട് 50 പ്ലസ് 50 അല്ലേ. ഇനി എന്ത് ചെയ്യുക, 50 പുറത്തേക്ക് എടുക്കുക, 50 ഇൻറ്റു 0.1 പ്ലസ് 0.01 ഡിവൈഡഡ് ബൈ എന്ത് വരും, 100 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ 2 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.11 ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, 0.055 എന്ന് വരും. ഇതെന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിൻ്റെ മിക്സ്ചറിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. ഇനി എന്ത് ചെയ്താൽ മതി, പി എച്ച് കണ്ടുപിടിക്കുക. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് വോട്ട് എച്ച് പ്ലസ് എത്രയാണ്, 0.055. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിനെ മാറ്റി എഴുതുകയാണ്, മൈനസ് ഓഫ് ലോഗ് 5.5 ഇൻറ്റു 10⁻⁻². ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലേ. എങ്ങനെയാണ് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെയും പറയുന്നില്ല. ഓക്കെ, എന്താ എഴുതാം, എനിക്ക് 2 മൈനസ് ലോഗ് 5.5 എന്ന് എഴുതാൻ പറ്റും. ലോഗ് 5ൻ്റെ വാല്യൂ എത്രയാണ്, 0.69. അപ്പോൾ 5.5 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. 2 മൈനസ് 0.74 എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും 5.5ൻ്റെ വാല്യൂ വരിക. അതായത് ദാറ്റ് വിൽ ബി 1.26. ഓക്കെ, നമ്മുടെ പി എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1.26. അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്താൽ മതി. 0.7 എടുത്താലും നിങ്ങൾക്ക് 1.3 എന്ന് കിട്ടും. യെസ്, ഓപ്ഷനിൽ ഓപ്ഷൻ ഡി 1.26 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 85. പ്രകാശവേഗത്തിൻ്റെ 10⁻1 വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ലാംഡ ഇസ് ഈക്വൽ ടു h ബൈ പി, h ബൈ എം വി. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ, എത്രയാണ്, 6.626 ഇൻറ്റു 10⁻⁻34. മാസ് എത്രയാണ്, 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. ഇനി വെലോസിറ്റി എന്താണ്, 10⁻1 വേഗതയാണ് ആരുടേത്, 3 ഇൻറ്റു 10⁻8. അപ്പോൾ വെലോസിറ്റി എന്ത് കൊടുക്കുക, 3 ഇൻറ്റു 10⁻7. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ സിംപ്ലി ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യാന്ന് 69 എന്നൊക്കെ എടുക്കുകയാണ്. ഓക്കെ, ഇൻറ്റു 3. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര വരും, 10⁻⁻34. ഓക്കെ, ഇൻറ്റു ഇവിടെ എത്ര വരും, -24 വരും അല്ലേ. യെസ്, ദിസ് വിൽ ബി മൈനസ്, മുകളിലോട്ട് വരുമ്പോൾ ഇതെന്താവും, +24. ഇവിടെ എത്ര വരും, ഇവിടെ 6/9 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻10 എന്ന് വരും അല്ലേ. അപ്പോൾ നോക്കിയേ, ഇതാ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെയാണെങ്കിൽ ഇത് 8 ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും 1/4 എന്നുള്ള രീതിയിൽ വരും. 1/4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 0.25 ഇൻറ്റു 10⁻⁻10 എന്ന് വരും. ഓർ വി ക്യാൻ റൈറ്റ് വോട്ട് 2.5 ഇൻറ്റു 10⁻⁻11. ഓക്കെ, മീറ്റർ. അപ്പോൾ എന്തായിരിക്കും, യെസ് 2.5 ആണ് വന്നിരിക്കുന്നത്. കുറച്ചൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും, 2.4 ഇൻറ്റു 10⁻⁻11, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, 20 ml 0.5 മോളാർ HCl. നോക്കിക്കോളെ, എന്താ പറഞ്ഞിരിക്കുന്നത്, 20 ml 0.5, ഇത് 0.5 ആണ് കേട്ടോ, മോളാർ HCl ഉണ്ട്. അതേപോലെ 30 ml വി ഹാവ് വോട്ട് 30 ml 0.3 മോളാർ HCl നമ്മുടെ കയ്യിൽ ഉണ്ട്. ഓക്കെ,
ഇവരെ മിക്സ് ചെയ്യാണ്. വി ആർ മിക്സിങ് ദിസ് ആൻഡ് റിസൾട്ടൻറ്റിൻ്റെ മൊളാരിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ നേരത്തെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. മിക്സ്ചറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി തന്നെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കടാ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു M1V1 പ്ലസ് M2V2 ബൈ V1 പ്ലസ് V2. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് ആസിഡ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ സിംപ്ലി പുട്ട് ചെയ്യുക. is 0.5 into 20 plus 0.3 into 30 divided by what? V1 plus V2 എത്ര വരും? 50 എന്ന് വരും. അപ്പോൾ 0.5 into 20, 5 into 20 എത്ര വരും? 100. അപ്പോൾ ഒരു പോയിന്റ് വരുന്നതാണെങ്കിൽ 10 പ്ലസ് എന്ത് വരും? 3 into 30 അല്ലേ? യെസ്, അപ്പോൾ 19 എന്ന് വരും അല്ലേ? യെസ്, 30 into 3 എത്ര വരും? 190. ഒരു പോയിന്റ് ഉണ്ടായതുകൊണ്ട് 19 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ നോക്കിക്കോളെ, 10 പ്ലസ് 19 ഇത് ഞാൻ 20 ആക്കി എടുക്കുകയാണെങ്കിൽ 20/50 അല്ലേ? 2/5 എത്ര വരും? 2/5. യെസ്, 0.4 വരും അല്ലേ? അപ്പോൾ ഇത് 20 അല്ല, ആക്ച്വലി ഇതെന്താണ്? 90 ആണ്. അപ്രോക്സിമേറ്റ് ചെയ്തതാണ് ഞാൻ. അപ്പോൾ 0.4നേക്കാളും ചെറിയൊരു വാല്യൂ അല്ലേ? അതേതായിരിക്കും? 0.38 മോളാർ ആയിരിക്കും. നിങ്ങൾ എക്സാക്ട് വാല്യൂ ഒന്നും കണ്ടുപിടിക്കേണ്ട, നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് കണക്കായിട്ടുള്ള ഒരു വാല്യൂ ഇവിടെ ഉണ്ടാകും, ഓപ്ഷനിൽ ഉണ്ടാകും, അത് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 87. താഴെ പറയുന്നവയിൽ ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി റെഡ്യൂസിങ് ഏജന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആർ ദോസ് വിച്ച് ഹെൽപ്സ് ഇൻ reduction of other elements. അപ്പോൾ ഇവർക്ക് എന്ത് സംഭവിക്കും? ഇവർ വേറൊരാളെ റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ they undergoes what? Yes, they undergoes oxidation. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവർ ഓക്സിഡേഷനിലേക്ക് അണ്ടർഗോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലോ ആയിരിക്കണം. ലോവസ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നന്നായിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. എന്തായി പറയുന്നതെന്നല്ലേ? നോക്കി, HClO4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി നോക്കിക്കോളെ, HClO4. ഓക്കെ, ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +7. ക്ലോറിൻ കാണിക്കുന്ന മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +7 ആണ്. ക്ലോറിൻ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +7. ഇനി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇവരെ ഇനി +8ലേക്കോ +9ലേക്കോ ഇവർക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അതായത് ഇവർക്ക് ഓക്സിഡേഷൻ നടക്കത്തില്ല. വിച്ച് മീൻസ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ H3PO4 നോക്കിയേ, H3PO4 ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +5 ആണ്. ഫോസ്ഫറസ് കാണിക്കുന്ന മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റും എന്താണ്? +5 ആണ്. ഇവർക്ക് ഇനി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമോ? ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതും പോയി. ഇനി ബാക്കി എന്തൊക്കെയാണുള്ളത്? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇവരെ ഡിസ്കസ് ചെയ്തു. H3PO2 ഉണ്ട്, H3PO3 ഉണ്ട്. അപ്പോൾ നോക്കിക്കോളെ, H3PO2 അതേപോലെ നമുക്ക് ആരുണ്ട്? H3PO3യും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവരുടെ എത്രയായിരിക്കും? +4 -4 +3 അപ്പോൾ എന്തായിരിക്കും? +1. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ +1നെ നമുക്ക് എവിടം വരെ കൊണ്ടുപോകാം? +5 വരെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും അല്ലേ? വി ക്യാൻ ഓക്സിഡൈസ് ആക്ച്വലി. +3 എന്താണ്? +5 വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നത് ആരെയാണ്? ഇവരെയാണ് അല്ലേ? +1ൽ നിന്ന് +5ലേക്ക് നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവർ നന്നായിട്ട് എന്ത് ചെയ്യും? നല്ല ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താണ് റെഡ്യൂസിങ് ഏജന്റ്? ദേ അണ്ടർഗോസ് ഓക്സിഡേഷൻ. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ ഓക്സിഡേഷനിൽ അണ്ടർഗോ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ആ എലമെന്റ് ഓക്സിഡേഷനിൽ അണ്ടർഗോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, H3PO2. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഗുഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ഇനി ഇതേപോലെ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ HClO4 അല്ലേ? +7 ആണ്. അപ്പോൾ ഇവർ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ ഇവർക്ക് റിഡക്ഷൻ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? യെസ്, ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, അപ്പോൾ 87 ആൻസർ എന്ത് വരും? ഓപ്ഷൻ
ബി. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 88. XeF2 എന്ന സംയുക്തത്തിന്റെ എക്സിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? എക്സി. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, XeF2 എന്ന് പറയുമ്പോൾ എക്സിയിൽ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ ഇതാ 2 ഇലക്ട്രോൺ ഫ്ലൂറിനുമായി കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്തു അല്ലേ? 2 ഇലക്ട്രോൺ. ബാക്കി എത്ര ഇലക്ട്രോൺ ആണ്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അതപ്പോൾ എന്തായിരിക്കും ഇവിടെ? ലോൺ പെയർ ആയിരിക്കും അല്ലേ? അങ്ങനെയാകുമ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക 2 സിഗ്മ പ്ലസ് 3 ലോൺ പെയർ. യെസ്, 5 എന്ന് വരും. 5 എന്ന് വരികയാണെങ്കിൽ sp3d എന്ന് നമുക്ക് കിട്ടും. വളരെ സിമ്പിളായി ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സി, അടുത്ത ക്വസ്റ്റ്യൻ. സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് സിമെന്റ് നിർമ്മാണത്തിൽ ചേർക്കുന്ന സംയുക്തം ഏതായിരിക്കും ഇവിടെ? ജിപ്സം അല്ലേ? സെറ്റിംഗ്. ഓക്കെ, CaSO4.2H2 ജിപ്സം ആണ് ചേർക്കുന്നത് അല്ലേ? യെസ്, ഓപ്ഷൻ ഡി. 90. CO തന്മാത്രയുടെ ബോണ്ട് ഓർഡർ എങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്നുള്ളതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ മുകളിൽ കൊടുത്തേക്കാം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂടാ. CO ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് എത്രയാണ്? 6. കാർബണിൽ 6, അതേപോലെ ഓക്സിജനിൽ എത്രയാണ്? 8. 14 ഇലക്ട്രോൺസ് ആണ് അല്ലേ? അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നോക്കിയാൽ മതി. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആരാണ്? 14 ഇലക്ട്രോൺ വരുന്നത് ആരാണ്? N2 ആണ്. N2ൻ്റെ ബോണ്ട് ഓർഡർ നമുക്കറിയാം, വിച്ച് ഇസ് 3 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 3 ആയിരിക്കും. അല്ലാതെ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s ഇതൊക്കെ എഴുതുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഹാഫ് ഇൻറ്റു NB മൈനസ് NA ഇതാണ് കൺവെൻഷണൽ മെത്തേഡ് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ. പക്ഷേ ഇതെന്ത് ചെയ്യും? ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ചിട്ട് ബോണ്ട് ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 91. മഴവെള്ളത്തിൻ്റെ ആസിഡ് സ്വഭാവത്തിന് കാരണമാകുന്ന വാതകമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് SO2 ആണ്. SO2 എന്ത് ചെയ്യും? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാവും, പിന്നീട് ഇത് ഓക്സിഡൈസ് ചെയ്തിട്ട് യെസ് സൾഫ്യൂരിക് ആസിഡും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മെയിൻലി SO2 ആണ്. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം NO2 നമുക്ക് പറയാൻ പറ്റും. NO2 എന്ത് ചെയ്ത് തരും? യെസ്, HNO3 നമുക്ക് തരും. പക്ഷേ മോസ്റ്റ് പ്രോബബിൾ ആൻസർ എന്തായിരിക്കും? SO2 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റണം അല്ലേ? യെസ്, ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റണം. ഓക്കെ, അതേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മാൾട്ടോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് റോങ്. മാൾട്ടോസ് എന്താണ്? ആക്ച്വലി മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആളാരാണ്? മാൾട്ടേസ് ആണ്. ഓക്കെ, ഇവിടെ ഏതാണ്? മാൾട്ടേസ്. ഓക്കെ, ഫസ്റ്റ് വൺ മാൾട്ടേസ് ആണ്. അപ്പോൾ മാൾട്ടോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ് ആണ്. യെസ്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡ് ആണ്. ഓക്കെ, ഇതിനെയാണ് മാൾട്ടേസ് എൻസൈമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇൻവെർട്ടേസ് എന്താണ് ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആക്കി മാറ്റുന്നതാണ് ആര് ചെയ്യുന്നത്? ഇൻവെർട്ടേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുമല്ല. ഇനി സൈമേസ് ആണെങ്കിലോ? സൈമേസ് എന്താ ചെയ്യുന്നത്? യെസ്, ഗ്ലൂക്കോസിനെ യെസ് അറിയണം കേട്ടോ. ഇൻവെർട്ടേസും സൈമേസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നതാണ് ഇൻവെർട്ടേസ്. ഇനി ഈ ഗ്ലൂക്കോസിനെ സൈമേസ് എന്ത് ചെയ്യും? യെസ്, ആൽക്കഹോളും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറ്റും. ഓക്കെ, എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറ്റും, വിച്ച് ഇസ് സൈമേസ്. ഇനി സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് അപ്പോൾ ആരായിരിക്കും? ഡയാസ്റ്റേസ് ആയിരിക്കും. ഇവരുടെ വേറൊരു പേരുണ്ട്, അമൈലേസ്. എന്താണ്? അമൈലേസ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഇവരുടെ വേറെ പേരാണ് ഡയാസ്റ്റേസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി. നൗ 93. താഴെ പറയുന്നതിൽ ഏത് ലായനിക്കാണ് ഏറ്റവും ഉയർന്ന തിളനില ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ മതിയടാ? ഡെൽറ്റ TB കണ്ടുപിടിച്ചാൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു I ഇൻറ്റു KB ഇൻറ്റു M. അപ്പോൾ കോൺസെൻട്രേഷൻ എല്ലാം സെയിം ആണ്, KB സെയിം ആയിരിക്കും. ആരെ നോക്കിയാൽ മതി? വാൻ ഹോഫ് ഫാക്ടറിനെ നോക്കിയാൽ മതി. വാൻ ഹോഫ് ഫാക്ടർ എങ്ങനെയാണ്? യൂറിയ ഡിസോസിയേഷനോ അസോസിയേഷനോ കാണിക്കുന്നില്ല, ഗ്ലൂക്കോസും കാണിക്കുന്നില്ല. ഇനി ആരൊക്കെയാണുള്ളത്? സോഡിയം ക്ലോറൈഡ് ഉണ്ട്, അതേപോലെ ബേരിയം ക്ലോറൈഡും ഉണ്ട്. അപ്പോൾ ഇവരെന്തായിരിക്കും ഇവിടെ? Na+, Cl-. വാൻ ഹോഫ് ഫാക്ടറൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ? I എത്രയാണ്? 2 ആണ്. ഇവിടെ എന്താണ്? Ba2+ പ്ലസ് 2Cl- ആയിരിക്കും. I എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? സി. ക്വസ്റ്റ്യൻ നമ്പർ 94. നിയോപ്രീൻ പോളിമറിൻ്റെ മോണോമർ ആണ്.
അപ്പോൾ നോക്കിക്കോളെ, നിയോപ്രീൻ അല്ലെങ്കിൽ ഇവരുടെ വേറെ പേരാണ് സിന്തറ്റിക് റബ്ബർ അല്ലേ, സിന്തറ്റിക് റബ്ബർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോണോമറാണ് യെസ് ആര്, ക്ലോറോപ്രീൻ എന്ന് പറയുന്നത്, ക്ലോറോപ്രീൻ. അപ്പോൾ പോളിമർ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണോമറും പോളിമറും നിങ്ങൾ അറിഞ്ഞു വെക്കുക കേട്ടോ. യെസ്, ഇതേപോലെ നാച്ചുറൽ റബ്ബർ അത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. നാച്ചുറൽ റബ്ബർ, സിന്തറ്റിക് റബ്ബർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ആരെന്ന് ചോദിക്കും. ഏതാണ്? ഐസോപ്രീൻ ആണ്. ഓക്കെ, ഐസോപ്രീൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, ക്ലോറോപ്രീൻ. ഓക്കെ, നെക്സ്റ്റ് വൺ പൈറീൻ. പൈറീൻ അഥവാ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ നെയിമാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. കൊമേഴ്ഷ്യൽ നെയിം ഓക്കെ, CCl4, carbon tetrachloride. It is actually used as a fire extinguisher. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 96. ബെൻസീൻ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവയുടെ തിയററ്റിക്കൽ നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, യെസ്. അപ്പോൾ ആരൊക്കെയാണ്? C6H6 ഉണ്ട്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചോദിച്ചിരിക്കുന്നത്. വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 3n-6 ഫോർ വോട്ട്? ഫോർ നോൺ ലീനിയർ മോളിക്യൂൾസ്. നോൺ ലീനിയർ മോളിക്യൂൾസ്. ഇനി ലീനിയർ ആണെങ്കിലോ ദാറ്റ് വിൽ ബി 3n-5 ഫോർ ലീനിയർ മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെ ആരാണ് ലീനിയർ? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ലീനിയർ ആണ്, ബാക്കി രണ്ടുപേരും എന്താണ്? നോൺ ലീനിയർ ആണ്. അപ്പോൾ what is n? n is actually number of atoms. Number of atoms. അപ്പോൾ സിംപ്ലി കണ്ടുപിടിച്ചാൽ മതിയടാ. C6H6 ഒന്ന് നോക്കി. യെസ്, C6H6. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 3 × 6 കാർബൺ 6 ഹൈഡ്രജൻ എത്രയായിരിക്കും? 12 - 6. അപ്പോൾ എന്തായിരിക്കും? 36 - 6 എത്രയായിരിക്കും? 30. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എത്രയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ 3n-5 ആണ് അല്ലേ? 3n-5. കാർബൺ ഡൈ ഓക്സൈഡ് ലീനിയർ മോളിക്യൂൾ ആണ് അല്ലേ? ഇങ്ങനെയായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? യെസ്, 3 × എത്രയായിരിക്കും? 3 - 5 എത്ര വരും? 4 എന്ന് വരും. അപ്പോൾ 34 ഏതാണ് ഓപ്ഷൻ? 34 എന്നുള്ളത് ബി ആണ്. ഇനി SO2 കൂടെ നമുക്ക് കണ്ടുപിടിച്ചേക്കാം. SO2 എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, പറഞ്ഞോളൂ. 3 × SO2 3 ആണല്ലേ, -6. അപ്പോൾ എത്രയായിരിക്കും? 3. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 97. യെസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 10⁻⁸ മോളാർ HCl ലായനിയുടെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സൊല്യൂഷൻ്റെ pH ആണ് മക്കളെ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിംപ്ലി pH കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. -log 10⁻⁻8 എന്ന് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 8 കിട്ടും, പക്ഷേ ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്? ബിക്കോസ് ഇവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ HCl മാത്രമല്ല, ഇവിടെ ആരും കൂടെ ഉണ്ട്? യെസ്, HCl ഉണ്ട്, അതേപോലെ വാട്ടറും ഇവിടെ ഉണ്ട്. ഇവിടെ HClൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? യെസ്, ഇതിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ ആരും കൂടെ ഉണ്ട്? വാട്ടറും കൂടെ ഉണ്ട്. ഇവിടെയും കോൺസെൻട്രേഷൻ ഓഫ് H+ ഉണ്ട് അല്ലേ? എത്രയാണ്? 10⁻⁻7 അല്ലേ? വാട്ടറിലെ H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 10⁻⁻7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയായിരിക്കും ഇവിടെ? ടോട്ടൽ മിക്സ്ചറിൻ്റേത് 10⁻⁻8 പ്ലസ് എന്തായിരിക്കും? 10⁻⁻7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 10⁻⁻8 പുറത്തെടുക്കുന്നു. യെസ്, 1 + 10 എന്ന് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും? 11 × 10⁻⁻8 എന്ന് വരും. ഓക്കെ, 11 × 10⁻⁻8 ഓർ വി കുഡ് റൈറ്റ് വാട്ട് 1.1 × 10⁻⁻7 മോളാർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് H+ൻ്റെ ഫൈനൽ കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ pH ഇനി നമ്മൾ കണ്ടുപിടിച്ചോളൂ. pH എങ്ങനെയാണ്? -log H+. ഓക്കെ, സോ ദാറ്റ് വിൽ ബി -log 1.1 × 10⁻⁻7 into 10⁻⁻7. That is equal to 7 - log 1.1. ഇതെങ്ങനെ എഴുതാമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, 7 - log 1.1. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, log 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? log 1 is equal to 0 ആണ് അല്ലേ?
അപ്പോൾ 0നേക്കാൾ ചെറിയൊരു വാല്യൂ കൂടുതലാണ് അല്ലേ 1.1. അപ്പോൾ 7ൽ നിന്ന് ചെറിയൊരു വാല്യൂ കുറയ്ക്കുന്നു, വിച്ച് മീൻസ് ഇവരുടെ ആൻസർ എന്തായിരിക്കും ഇവിടെ? ഓപ്ഷൻ സി, 7ന് താഴെയായിരിക്കും. 7 മൈനസ് ലോഗ് 1.1. അപ്പോൾ എന്തായിരിക്കും? 7ന് താഴെയായിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് പി എച്ച്. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 98. H2 പ്ലസ് I2. യെസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2HI അല്ലേ? ഇവരുടെ കേസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 49 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ആദ്യം ഇവരെ ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, എ ഗിവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ ആണെങ്കിൽ ബി ഗിവ്സ് എ എന്ന് പറയുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും ഇവിടെ? 1/k ആയിരിക്കും, വിച്ച് വിൽ ബി 1/k. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. എ ഗിവ്സ് ബി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇൻ ജനറൽ ആയിട്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എൻ എ ഗിവ്സ് വോട്ട് എൻ ബി എന്ന് പറയുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കെ ആണെങ്കിൽ ഇതിൻ്റെ കെ ഡാഷ് എന്തായിരിക്കും? കെ റൈസ് ടു എൻ ആയിരിക്കും. കെ റൈസ് ടു എൻ, ദാറ്റ് വിൽ ബി കെ റൈസ് ടു എൻ. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? H2 പ്ലസ് I2 ഗിവ്സ് 2HI അല്ലേ? ആദ്യം ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, H2 പ്ലസ് I2 ഗിവ്സ് എന്താണ്? 2HI. ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഞാൻ പറഞ്ഞിട്ടുണ്ട് 1/2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, രണ്ട് സെയിം ആണ്. അതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവേഴ്സും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് 49 ആണ്. ഇതിൻ്റെ കേസി എന്ന് പറയുന്നത് 49 ആണ്. അപ്പോൾ ഇൻവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാ, HI ഗിവ്സ് വോട്ട് ഹാഫ് H2 പ്ലസ് ഹാഫ് I2 എന്നുള്ള രീതിയാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ? എൻ്റെ കെ ഡാഷ് എന്ന് പറയുന്നത് ആദ്യം ഇൻവേഴ്സ് ചെയ്താൽ 1/49 വരും. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 1/2 കൊണ്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ റൂട്ട് എന്ന് വരും. അപ്പോൾ എന്തായിരിക്കും? 1/49 എന്ന് പറയുന്നത് 1/7 എന്ന് വരും അല്ലേ? റൂട്ട് ഓഫ് 49 എന്തായിരിക്കും? 7 ആയിരിക്കും. ഓപ്ഷൻ ഡി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 99. ഡ്രൈ സെല്ലിൻ്റെ ആനോഡ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ആനോഡ് എന്താണ്? സിങ്ക് ആണ്. കാത്തോഡ് ഗ്രാഫൈറ്റ് റോഡാണ്. ഓക്കെ, കാത്തോഡ് ഗ്രാഫൈറ്റ് റോഡ്. സോ ദാറ്റ് വിൽ ബി ഓപ്ഷൻ എ. ആൻഡ് ഫൈനലി 100th വൺ. താഴെ പറയുന്നതിൽ ഏറ്റവും ശക്തിയേറിയ നിരോക്സികാരിയാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? റെഡ്യൂസിങ് ഏജൻറ്റ് ഇവർക്ക് ദേ അണ്ടർഗോസ് വോട്ട്? ദേ അണ്ടർഗോസ് ഓക്സിഡേഷൻ. അതായത് ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കോമ്പൗണ്ട് അല്ല തന്നിരിക്കുന്നത് അല്ലേ? എലമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. കോമ്പൗണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാമായിരുന്നു. അപ്പോൾ ലിഥിയം മഗ്നീഷ്യം സോഡിയം സിങ്ക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ദേ അണ്ടർഗോസ് റിഡക്ഷൻ എന്തായിരിക്കും? വെരി ഈസിലി. ദേ അണ്ടർഗോ റിഡക്ഷൻ ഈസിലി. നോക്കിക്കോളെ, യെസ്, അണ്ടർഗോ റിഡക്ഷൻ ഈസിലി. ഓക്കെ, റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവരെന്തായിരിക്കും? ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവർക്ക് എന്ത് നടക്കത്തില്ല? റിഡക്ഷൻ നടക്കത്തില്ല, മറിച്ച് എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ ഇവരെന്തായിരിക്കും ഇവിടെ? സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവർക്ക് എന്ത് നടക്കും? എലമെൻറ്റിന് റിഡക്ഷൻ ഈസി ആയിട്ട് നടക്കും, വിച്ച് മീൻസ് ഇവരെന്തായിരിക്കും? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. ആൻഡ് ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവർക്ക് റിഡക്ഷൻ നടക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും, വിച്ച് മീൻസ് ദേ ആക്ട് ആസ് ഗുഡ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണ്? ഇത് നമുക്ക് അറിയണം, വിച്ച് ഇസ് ലിഥിയമാണ്. അങ്ങനെയാണെങ്കിൽ ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവർക്ക് ഓക്സിഡേഷൻ നടക്കും, വിച്ച് മീൻസ് ദാറ്റ് വിൽ ബി സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കവർ ചെയ്യാനുള്ളത്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.